അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അബൂ ഹുറൈറ തങ്ങളെയും അവരുടെ ഉമ്മാക്കും വേണ്ടി ദ്വാരക്കണമെന്നാണ്. ഉമ്മയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുകയും അവർക്ക് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യും. അങ്ങനെയാണ് അബിനെ പറ്റി ആ ഹദീസ് ഇങ്ങനെ നോക്കുമ്പോഴേ അവർക്ക് വേണ്ടി ആരൊക്കെ പൊറുക്കലിനെ ചോദിക്കുന്നുണ്ടോ അവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു അവലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും അഫ്ശുസ് സലാമ ബൈനക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാൻ ലാ തദ്ഖുലുൽ ജന്ന ഹത്താ തുഅ്മിനു, ഈമാൻ ഉണ്ടാകുന്നവരെ ഈമാൻ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് ഉണ്ടാകുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ കടക്കൂല. ഈമാൻ ഉണ്ടെങ്കിലേ സ്വർഗം കിട്ടുള്ളൂ. നമുക്ക് എല്ലാവർക്കും സ്വർഗം കൊടുക്കാൻ പൂതിയുണ്ട്, പക്ഷെ നമ്മളെ കയ്യിലുള്ള സാധനമല്ലല്ലോ അത്. അള്ളയാണ് അതിൻ്റെ ഉടമസ്ഥൻ. അള്ള പറയാൻ ആരാ കിടക്കേണ്ടത്? ഒരാളെ പേരേക്ക് ആ മനുഷ്യൻ അഡ്മിറ്റ് ചെയ്യുന്നവർക്കല്ലേ കടക്കാൻ പറ്റുള്ളൂ. ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, ഈമാൻ ഉണ്ടാകുന്നവരെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു, നിങ്ങൾ പരസ്പരം വെറുപ്പും വൈരാഗ്യവുമില്ലാതെ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളുടെ ഈമാനും ശരിയാവൂല. അവല അദുല്ലുക്കും, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരട്ടെ, അല അമലിൻ അല ഷൈഇൻ, ഒരു കാര്യം പറഞ്ഞുതരട്ടെ, ഇദാ ഫഅൽതുമൂഹു, ആ കാര്യം നിങ്ങൾ ചെയ്താൽ തഹാബബ്തും, നിങ്ങളുടെ മനസ്സിൽ ഈ സന്തോഷവും സ്നേഹവും ഉണ്ടാവും. പരസ്പരം സ്നേഹമില്ലാതിരുന്നാൽ ഈമാൻ ശരിയാവൂല. ഈമാൻ ശരിയാവാതിരുന്നാൽ സ്വർഗത്ത് കടക്കാനും പറ്റൂല. അപ്പം നിങ്ങൾക്ക് മനസ്സുകൾക്കിടയിൽ സ്നേഹമുണ്ടാവാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരട്ടെ, അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾ തമ്മിൽ അസ്സലാമു അലൈക്കും എന്ന അള്ളാഹുവിൻ്റെ ഗ്രീറ്റിംഗ് നിങ്ങൾ പറയണം. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് നിങ്ങൾ പരസ്പരം പ്രചരിപ്പിക്കണം. അപ്പോഴേ പരസ്പരം സ്നേഹം ഉണ്ടാവുള്ളൂ. സ്നേഹമുണ്ടെങ്കിലേ ഈമാനുണ്ടാകൂ. ഈമാനുണ്ടെങ്കിലേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. എന്തൊരു പ്രസക്തമായ ഹദീസ്! നമുക്ക് എത്രയോ ഇപ്പോൾ പലരും പറയുന്ന പോലെ ഭിന്നിച്ച് നിൽക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവാം, പക്ഷെ നന്നാവാൻ ഒറ്റ ഹദീസ് മതി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഹദീസിന് വേണ്ടി നമ്മൾ മനസ്സുകൊണ്ട് ഒന്നാവുകയാണ്. ഭിന്നിപ്പുകൾ മറക്കുകയാണ്. നമ്മൾ തമ്മിൽ വൈരാഗ്യമില്ല. എന്തേ? നമ്മൾ മുഅ്മിനീങ്ങളാണ്. പരസ്പരം സ്നേഹിക്കണം എന്നാണ് പറഞ്ഞത്. വെറുപ്പും വൈരാഗ്യവും കണ്ടുകൂടായ്മയും നിഫ്രത്ത് ഇതൊന്നും നമുക്ക് പാടില്ലാത്തതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി തങ്ങൾ പറയുന്നു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു അവലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും അഫ്ശുസ് സലാമ ബൈനക്കും വസദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ചൊല്ലി നോക്കി. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു അവലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും അഫ്ശുസ് സലാമ ബൈനക്കും. മഅന വ്യക്തമാണല്ലോ. പുണ്യനബി തങ്ങൾ പറയുന്നു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, ഈമാനുണ്ടെങ്കിലേ നിങ്ങൾക്ക് സ്വർഗം നൽകപ്പെടുകയുള്ളൂ. അതൊരുപാട് ആളുകളുടെ തെറ്റിദ്ധാരണക്കുള്ള മറുപടി കൂടിയാണ്. ഈമാനുണ്ടെങ്കിലേ അള്ളാഹ് സ്വർഗത്ത് കടത്തുള്ളൂ. പുണ്യനബി തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, ഈമാൻ നിർബന്ധമാണ്. അതില്ലെങ്കിൽ സ്വർഗം തരൂല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്. വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു, അഹബ്ബ സ്നേഹിക്കുക, തഹാബ്ബ പരസ്പരം സ്നേഹിക്കുക, തഫാഅല വസിൽന തഹാബ്ബ ഹത്താ തഹാബ്ബു, നിങ്ങൾ പരസ്പരം ഹുബ്ബ് വെക്കുന്നവരെ. എന്താ ഹുബ്ബ് വെക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ ഇഷ്ടപ്പെടണം. നിങ്ങൾക്കങ്ങനെ അപമാനം ഇഷ്ടമല്ലല്ലോ, ഗീബത്ത് ഇഷ്ടമല്ലല്ലോ, നിങ്ങളെ വേദനിപ്പിക്കുന്ന ഇഷ്ടമല്ലല്ലോ, നിങ്ങളുടെ കൂട്ടുകാർക്കും അങ്ങനെ തന്നെ അതേപോലെ അവരിയ്ക്കണമെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് കൊതിക്കണം. അപ്പോഴാണ് ഹുബ്ബ് ശരിയാവുക. പറഞ്ഞു, അവല അതുല്ലുക്കും, സ്നേഹിക്കാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് ഒരാൾ സലാം പറഞ്ഞാൽ സലാം മടക്കൽ നിർബന്ധമാണ്.
സലാം പറയൽ സുന്നത്താണ്, പക്ഷെ പറഞ്ഞാൽ മടക്കൽ നിർബന്ധമാണ്. ഏതുപോലെ തുമ്മിയാൽ അൽഹംദുലില്ലാ പറയൽ സുന്നത്താണ്, പക്ഷെ അൽഹംദുലില്ലാ പറയുന്നത് നിങ്ങൾ കേട്ടാൽ ഇർഹമുക്കല്ല പറയൽ നിർബന്ധമാണ്. ഇർഹമുക്കല്ല എന്ന് പറയൽ തശ്മീത്തുൽ ആതുസ് എന്ന് പറയും. അതൊരു മുഅ്മിനിൻ്റെ ഹക്കാണ്, ഒരാളുടെ അവകാശമാണെന്ന് വകവെച്ചു കൊടുക്കണമെന്ന്. അൽഹംദുലില്ലാ അവൻ പറഞ്ഞില്ല എന്ന് വിചാരിക്കുക, കുഴപ്പമൊന്നുമില്ല. പറഞ്ഞത് നിങ്ങൾ കേട്ടു, ഇർഹമുക്കല്ലാഹ് എന്ന് പറയണം. അതിനുള്ള ദുആകൾ പറഞ്ഞാലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇർഹമുക്കല്ല പറയൽ നിർബന്ധമാണ്. അൽഹംദുലില്ലാ കേട്ട് എന്ന പോലെ സലാം പറയൽ നിർബന്ധമില്ല, സുന്നത്താണ്. പക്ഷെ അത് പറയുമ്പോൾ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകും. അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം പ്രചരിപ്പിക്കുക. ഇനി മറ്റൊരർത്ഥം അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സമാധാനം പ്രചരിപ്പിക്കുക. അതും അതിൻ്റെ ഒരു ആശയമാണ്. ഇവിടെ അസ്സലാം എന്ന് പറയുമ്പോൾ അസ്സലാമു അലൈക്കും, അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ എന്ന ആ ഒരു ഗ്രീറ്റിംഗ് പ്രചരിപ്പിക്കുക എന്നർത്ഥം. അത് നന്നായിട്ട് നഷ്ടപ്പെടുന്ന കാലമാണ്. അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിൻ അലാമാത്തി സ്സാഅ, അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് തസ്ലീമുൽ ഖാസ്വ, അവനാൻ്റെ ആൾക്കാരോട് മാത്രം സലാം പറയാൻ. അത് ഖിയാമത്തിൻ്റെ അടയാളമായി നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ പേര് തസ്ലീമുൽ ഖാസ്വ എന്നാണ്. എൻ്റെ പാർട്ടിക്കാരനാണോ, എൻ്റെ ആശയക്കാരനാണോ, അവനോട് സലാം. മറ്റവൻ്റെ സലാം കേട്ടിട്ടുണ്ടല്ല. നബി തങ്ങൾ പറഞ്ഞു ചെയ്യാൻ പാടില്ല. മുഅ്മിനാണോ മുസ്ലിമീങ്ങളാണോ സലാം പറയണം, മടക്കണം.